നമസ്കാരം. വില്ലേജ് ഓഫീസറല്ലേ? ലീവാ? അസിസ്റ്റൻ്റ് വില്ലേജ് ഓഫീസറല്ലേ? അസിസ്റ്റൻ്റ് വില്ലേജ് ഓഫീസറല്ലേ? ഞാൻ ജില്ലാ വിജിലൻസ് സമിതി മെമ്പറാണ്. അവിടുത്തെ പ്രശ്നം തോന്നുന്നത് ഈ കടയിൽ അത് അവർക്ക് മുമ്പ് ഇതുണ്ടായിരുന്നത് ആ സ്ഥലമാണ് സ്ത്രീക്ക് വിറ്റത്. വിറ്റതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് ഇടപെടലുള്ളത്. ബാലൻസിൻ്റെ സ്ഥലം ബിയിൽ കിട്ടിയതാണ്. വിറ്റത് ബാക്കിയുള്ള സ്ഥലം ബിയിൽ കിട്ടിയതാണ്. അല്ല, ആ സ്ഥലത്താണ് ആ കെട്ടിടമൊക്കെ ഉള്ളത്. അത് ആ സ്ത്രീ അവർക്ക് വിറ്റ സ്ഥലത്തിൽ പെട്ടാന്നും പറഞ്ഞ് കേസ് കൊടുക്കും. അപ്പോൾ അവരുടെ സ്ഥലമല്ലേ അത്? രേഖയിൽ എങ്ങനെ 5 സെൻറ്റാണ് അവർക്ക് വിറ്റത്, പക്ഷെ അതിൽ പെട്ടതല്ല അത്. അവർ പറയുന്നത് അതിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്ന കേസ്. സാവിത്രി അല്ലേ? അത് കോടതിക്ക് അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല. അത് ഡിസ്പോസ് അവർക്ക് സാവിത്രിക്ക് തെളിയിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പം ആരാണ് കച്ചവടം ചെയ്താൽ പൊസഷനുള്ളത് മറ്റേ ഈ അശോകൻ എന്ന് പറയുന്നത് അയാളെ സ്വന്തം സ്ഥലം അത്? സ്വന്തമല്ല, പൊസഷൻ അയാളുടെയാണ്. ആ കെട്ടിടത്തിൻ്റെ ഓണർഷിപ്പൊക്കെ അയാളുടെ. സ്ഥലം ഇപ്പം ആരുടെ പേരിലില്ലേ? റവന്യൂ ടൈമിൽ അന്ന് പൊളിക്കാതെ തന്നെ അത് അല്ല, എൻ്റെ ഇത് അപേക്ഷ വന്നിട്ടുണ്ട്, പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. 1957 ആക്ട് പ്രകാരം കേസെടുക്കണ്ടല്ലേ അത്? അല്ലേ? ആ ആക്ട് ഉണ്ടല്ലോ, ആക്ട് പ്രകാരം കേസെടുക്കണ്ടേ? ആരും രണ്ട് അവർ കേസുണ്ടാകുന്ന സംവിധാനം പട്ട കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അതിപ്പോൾ കേസ് ഡിസ്മിസ് ആയി. എന്നിട്ട് പട്ട കൊടുക്കേണ്ടി വരില്ല? പട്ട കൊടുക്കുമോ എന്നിട്ട്? പ്രശ്നമില്ല, കേസ് ഡിസ്മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അല്ല, അതിന് മുമ്പ് പരാതി അവർ അപ്പീൽ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. വെച്ചെടുക്കുകയാണെങ്കിൽ പ്രശ്നം ഇത്ര വേറെ ഒന്നുമില്ല. നമ്മളിവിടുത്തെ കമ്മിറ്റിയിൽ പറഞ്ഞോളാം സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയാം. കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പം അവർക്കിപ്പോൾ താമസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞവർ. ആളിയിൽ താമസിക്കുന്ന ആളുണ്ടല്ലോ സാവിത്രിക്ക്, അവർക്കെന്തോ വയ്യ പോകുന്നില്ല മറ്റൊന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമുണ്ട് പറയുന്നത്. അവർ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ഉള്ളതല്ലേ. ഇപ്പോൾ നിങ്ങൾ പേര് വില്ലേജ് ഓഫീസർ വരുമോ? അപ്പോൾ വരും വിഷയിച്ചിട്ട് വരും. ശരി എന്നാൽ കേട്ടോ, ഞാൻ പറഞ്ഞു പോയത്.